നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി വർഷ നായർ, 28 വയസ്സ്, 5'4" ഹൈറ്റ്, 67 kg വെയിറ്റ്, രേവതി നക്ഷത്രം, അരദോഷം ജാതകത്തിൽ കാട്ടിയിട്ടുണ്ട്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. MBA ഫ്രം ജെംസ് ബിസിനസ് സ്കൂളിൽ നിന്നാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സീനിയർ ഓൺ ബോർഡ് സ്പെഷ്യലിസ്റ്റായിട്ട് JP മോർഗൻ എന്ന് പറഞ്ഞ US ബാങ്ക്, അവരുടെ ബാംഗ്ലൂർ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി. അച്ഛൻ ജയരാജൻ നായർ, അമ്മ രജനി നായർ. ഈ കുട്ടിക്ക് ഇവർ ട്വിൻസാണ്. അപ്പോൾ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, സിസ്റ്റർ. എല്ലാവരും ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഇവരെല്ലാവരും സ്വദേശം വന്നിട്ട് നിലമ്പൂരാണ് തറവാട്. ഇവർ അഹമ്മദാബാദിൽ 30 വർഷക്കാലം അഹമ്മദാബാദിലായിരുന്നു. അതിനുശേഷമാണ് 4 വർഷമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് സെറ്റിലായിരിക്കുന്നത്. താല്പര്യമുള്ള ആൺകുട്ടികളുടെ, ബാംഗ്ലൂർ സെറ്റിൽഡൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നോക്കുന്ന ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന നല്ലൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി കുട്ടിയാണ് വർഷ നായർ. ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടുക. ഞാൻ വിവരങ്ങളെല്ലാം എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ കല്യാണപ്രായം എത്തിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർ ഇപ്പോൾ പൊതുവെ കുറച്ച് ടെൻഷനായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ എങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, എവിടെ രജിസ്റ്റർ ചെയ്യണം, ഏത് ജോത്സ്യനെ കൊണ്ട് നോക്കണം, ആകെ ഒരു വറീഡാണ് അവരെല്ലാ കാര്യത്തിലും. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു 2-3 ടിപ്സ് ഞാൻ പറയാം. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ എളുപ്പമായിരിക്കും. ആദ്യം ചെയ്യേണ്ടത്, കല്യാണപ്രായം എത്തി ആർക്കാണോ വിവാഹം നോക്കുന്ന ആ കുട്ടിയായിട്ട് അച്ഛനമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക. അവർക്ക് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. ഇത്ര ഹൈറ്റ്, ഇന്ന ജോലി, ഇന്ന ക്വാളിഫിക്കേഷൻ, ഇന്ന നാട്, ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പേര്, നാള്, ഹൈറ്റ്, വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജാതകത്തിൻ്റെ കാര്യങ്ങൾ കഴിയാവുന്നത്ര കുറച്ച് എഴുതുക. പലരും എഴുതുന്നത് കാണാം, 7 ചൊവ്വ, രാഹുദോഷം, കുജദോഷം, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന കാണാം. ഇതൊക്കെ എഴുതി ആവശ്യമില്ലാതെ ഇതൊക്കെ എഴുതി പേടിപ്പിക്കരുത്. വായിക്കുന്ന ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവുന്ന രീതിയിൽ ഒരിക്കലും എഴുതരുത്. പിന്നെ കൃത്യമായിട്ട് എഴുതേണ്ടത് എഡ്യൂക്കേഷൻ. ഒരു SLC തൊട്ടിട്ട് മേപ്പോട്ടുള്ള എല്ലാം ഭംഗിയായിട്ട് തന്നെ എഴുതണം. എവിടെ പഠിച്ചു, എന്താണ് സബ്ജക്റ്റ്, ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ജോലി, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ലൊക്കേഷൻ എവിടെയാണ്, എന്താണ് ഡെസിഗ്നേഷൻ, എത്ര രൂപ ശമ്പളമുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടാക്കണം. അതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. ഹൈറ്റ്, വെയിറ്റ്, അവരുടെ അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അച്ഛൻ്റെ പഠിപ്പെന്താ, അമ്മയുടെ പഠിപ്പെന്താ, എല്ലാ കാര്യങ്ങളും ആ പ്രൊഫൈലിൽ ഭംഗിയായിട്ട് തന്നെ എഴുതി ഉണ്ടാക്കുക. സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ ഡീറ്റെയിൽ. അപ്പോൾ ഇത് വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 വട്ടമെങ്കിലും അതൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അപ്പോൾ പ്രൊഫൈൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത്, കുട്ടിയുടെ അമ്മയുടെ തറവാട്ടിൽ ഈ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് അല്ലെങ്കിൽ പറയും നമ്മൾ കുടുംബക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള എന്താ ഉള്ളത് വെച്ചാൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ പ്രൊഫൈൽ അത്യാവശ്യം 1-2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്ന ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എത്ര പ്രൊഫൈൽ കിട്ടും, എന്തൊക്കെയാണ് അവർ
ചെയ്തു തരിക. കല്യാണം ശരിയായി കഴിഞ്ഞാൽ വല്ല പൈസയും ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. ഒരു തരത്തിലുള്ള വഴക്കോ ബഹളോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽക്ക് അവർ പ്രൊഫൈലുകൾ നമുക്ക് അയച്ചു തരും. ഈ പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മകനെ അല്ലെങ്കിൽ മകളെ കാട്ടുക. അവർക്ക് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കുക. ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് ഓറോസ്കോപ്പും വാങ്ങിക്കുക. ഫോട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഓക്കെ ആയി കഴിഞ്ഞാൽ ഓറോസ്കോപ്പ് ചെക്ക് ചെയ്യണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പോയിട്ട് ചെക്ക് ചെയ്യണം. ഓറോസ്കോപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും പുറത്ത് വെച്ച് കാണണം, അല്ലെങ്കിൽ ഫോണിൽ കൂടെയെങ്കിലും കുറച്ച് ദിവസം അവർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. ഒരു കാരണവശാലും ചാടിപ്പിടിച്ച് പെണ്ണ് കാണാൻ ചടങ്ങിന് പോകരുത്. ഈ കുട്ടികൾ തമ്മിൽ നന്നായിട്ട് ഫോണിൽ സംസാരിക്കണം. ഫോണിൽ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ, വല്ല കറൻ്റിലി അല്ലെങ്കിൽ പ്രസൻ്റ്ലി വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, സഹോദരങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താ, അച്ഛൻ്റെ ജോലി എന്തായിരുന്നു, അച്ഛൻ്റെ എഡ്യൂക്കേഷൻ എന്താ, അമ്മയുടെ എഡ്യൂക്കേഷൻ എന്താ, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് സംസാരിക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വെരിഫൈ ചെയ്യേണ്ടവർക്ക് വെരിഫൈ ചെയ്യാൻ വേണം. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് അസുഖത്തിനാണ് എന്നുള്ള കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം ഓക്കെ. പിന്നെ അമിതമായ ലോണുകൾ വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതായത് ഒരു 10 ലക്ഷം ലോൺ എടുക്കേണ്ട സ്ഥലത്ത് 25 ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ അത് നാളേക്ക് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അത് ചോദിക്കുക. അതൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. ചിലർക്ക് കോടികൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല, ചിലർക്ക് ലക്ഷങ്ങൾ എടുത്താൽ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ചോദിച്ചില്ല എന്ന് പറയാൻ പാടില്ല. കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതെല്ലാം ഓക്കെ ആയി കുട്ടികൾ കംഫർട്ട് ലെവൽ എത്തി സംസാരിക്കുമ്പോൾ ഫോണിലൊക്കെ സംസാരിച്ച് അവർ ഏകദേശം ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. വീട്ടിൽ അകത്ത് വെച്ചല്ല, പെണ്ണ് കാണൽ ചടങ്ങല്ല, പുറത്ത് വെച്ച് കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വീണ്ടും സംസാരിക്കുക. അവരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരാൾ നുണ പറയുന്നതും ഒരാൾ ശരിക്ക് പറയണതും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള വിവാഹങ്ങൾ, അതായത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വിവാഹം നടക്കുന്നത് എങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുന്നത്. അച്ഛനമ്മമാരുടെ റിട്ടയർഡ് ലൈഫ് വളരെ സ്വസ്ഥമായിട്ട് കഴിയും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.